ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട്ടെയാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് വെച്ച് AK ശശീന്ദ്രനെ വനമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് ആ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയും വനമന്ത്രിക്ക് നേരെ കോഴിക്കോട് വെച്ച് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതും വനമന്ത്രി AK ശശീന്ദ്രന് കോഴിക്കോട് കരിങ്കൊടി പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നു. കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റി അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കുന്ന ദൃശ്യങ്ങളാണത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി പൊടിച്ചിരുന്നുണ്ട്. ഷഹദ്, അങ്ങനെ കോഴിക്കോട് നിന്ന് രണ്ടാമതും വനമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം, വിവരങ്ങൾ പറയൂ ഷഹദ്. ഉന്മേഷ, പ്രതിഷേധം വയനാട്ടിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അല്പസമയം മുമ്പ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. ഇത് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം തവണയാണ് ഇന്ന് മന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി കാണിക്കുന്നത്. പ്രധാനമായിട്ടും ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിഹാരം കാണുക, ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് മെല്ലെപ്പോക്കാണ്. മാത്രമല്ല മന്ത്രി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ജില്ലയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നതടക്കം വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. രണ്ടാമത് കരിങ്കൊടി കാണിച്ചിട്ടുള്ളത് മന്ത്രി ഒരു പരിപാടി കഴിഞ്ഞ് കാരപ്പറമ്പ് വഴി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കാരപ്പറമ്പ് സിഗ്നൽ ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ അല്പസമയം മുൻപ് രാവിലെയും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ മന്ത്രി ഗസ്റ്റ് ഹൌസിലാണ്, കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലാണുള്ളത്. ഇനി പുറത്തേക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ തുടർച്ചയായി കരിങ്കൊടി പ്രതിഷേധവും അതുപോലെ തന്നെ മന്ത്രിയെ വഴി തടയുന്ന പ്രതിഷേധ പരിപാടികളും ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം മന്ത്രിക്ക് മറ്റു ചില പരിപാടികൾ ഉണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് എന്തായാലും ലഭ്യമാകുന്നത്. നിലവിൽ ഇപ്പോൾ 2 സമയങ്ങളിലായാണ് കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. ഇവരെ നിലവിൽ പോലീസ് ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉന്മേഷ. സുജിത്ത്